ഹലോ നമസ്കാരം. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അതെ വീണ്ടും സ്വാഗതം. അപ്പൊ ഞങ്ങൾ പിന്നെ വന്നു. നവീൻ ബീന ആന്റണി അല്ലേ, നവീൻ അറക്കലും ബീന ആന്റണി കോംബോ. അതെ, യെസ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല ഗൈസ്, ഹെൽത്തിയാണ്. നമുക്ക് ഹെൽത്ത് വിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ സാലഡ് ആണെങ്കിൽ കൂടെ ഞങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ സാലഡിന്റെ സാധനങ്ങൾ എന്ന് വെച്ചാൽ ചിക്കൻ മസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് പ്രോട്ടീൻ വിട്ടുള്ള ഒരു കളിയില്ല, കാരണം അവന്റെ മസിൽസ് ഒക്കെ കണ്ടതാ. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രോട്ടീൻ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രോട്ടീൻ മസ്റ്റ് ആണ്. അപ്പൊ പ്രോട്ടീൻ ഞങ്ങൾ ചിക്കൻ എടുത്തിരിക്കുന്നു. പിന്നെ ബാക്കി നിസ്സാര ഐറ്റംസ് ഉള്ളൂ. വളരെ വളരെ ഈ സാലഡിന്റെ പ്രത്യേകത നമ്മൾ ഏറ്റവും വളരെ കുറച്ച് ഐറ്റംസ് മാത്രം എടുത്തിട്ടുള്ളൂ. ഒരു 10, 18, 19, 20 ഐറ്റം മാത്രം. വെരി ഈസി. അതെ, വളരെ കുറച്ച് സാധനം, പക്ഷേ ഹെൽത്തി ആയിരിക്കും. അത് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് ചിക്കൻ ഹെൽത്തി ചിക്കൻ സാലഡ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ചിക്കനെ ഞാൻ ഒന്ന് മാരിനേറ്റ്, ടൈം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിനുവേണ്ടി സാധനങ്ങളൊന്നും ഞാൻ പറഞ്ഞേക്കാം. ചിക്കന് നല്ല ബ്രസ്റ്റ് പീസ് കിട്ടി. അതിനെ നമ്മൾ അതിനെ ഫോർക്ക് വെച്ച് ഞാൻ ഒന്ന് കുത്തി, അല്ലെ, നവീനാണ് കുത്തി റെഡിയാക്കിയൊക്കെ തന്നു. അതിനകത്തേക്ക് നമ്മൾ ഉപ്പും പെപ്പറും പെപ്രിക്കയും പിന്നെ ഡ്രൈഡ് ഒറിഗാനോ പിന്നെ ഗാർലിക് പൗഡറും പിന്നെ ഒലിവ് ഓയിലും കൂടി ചേർത്ത് ഞാൻ നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്, സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തവ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക്, കാരണം വേറൊന്നും കുക്കിംഗ് ഇല്ലല്ലോ, സാലഡ് അല്ലേ. അപ്പൊ നമുക്ക് ഐശ്വര്യം എടുത്ത് തുടങ്ങിയാലോ. അപ്പൊ നമുക്ക് ഒലിവ് ഓയിൽ തന്നെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. വേറെ ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ വേറെ ഇൻഗ്രീഡിയൻ, പിന്നെ നമുക്ക് ആകെ ലാസ്റ്റത്തെ നമ്മുടെ ഡ്രസ്സിങ്ങിലുള്ള ഒരു ക്രീം ഉണ്ട്, അതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ തന്നെ നമുക്കിതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, കിടന്നോട്ടെ. 2 വലിയ മുട്ടൻ പീസ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കി വെച്ചിരുന്ന പീസിനെ അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. കാണുമ്പോൾ തന്നെ കൊതിയല്ലേ. ഓക്കെ, ഇതിന് എൻ്റെ ഒന്ന് ഫ്ലെയിം ഒന്ന് ഇത്തിരി കുറച്ചോ നവീൻ, ഒന്ന് ഉള്ളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തോട്ടെ. ശരിക്കും പറഞ്ഞാലേ ഈ വെളിയിലൊക്കെ എല്ലാവരും 4-5 മിനിറ്റൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ. ഇത് പെട്ടെന്ന് ചിക്കൻ വേകുമെന്നാണ് പറയുന്നത്, കാരണം അതിനധികം വേവില്ലല്ലോ. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ സാലഡ്സിനോട് നമ്മൾ കൂടുതൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, പുറത്ത് നമ്മൾക്ക് ഇന്ത്യക്ക് പുറത്ത് പോകണമെങ്കിൽ അവിടെ എല്ലാം സാലഡ്സ് ഭയങ്കര ഞാനും അറിയാമോ, അതെ, ഞാൻ ഫംഗ്ഷന് പോയാൽ ഇപ്പൊ നമ്മൾ വലിയൊരു കല്യാണമൊക്കെ പോയാൽ ഞാൻ ആദ്യം നോക്കണ സാലഡിന്റെ കണ്ടാണ്. എന്തൊക്കെ വെറൈറ്റി, എനിക്ക് സാലഡ്സ് ഭയങ്കര. പക്ഷെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് കുറച്ച് തടി മറ്റേ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇപ്പം എല്ലാവരും, അതെ, നമ്മൾ ഇൻസ്റ്റാ തുറന്ന സാലഡ്സിന്റെ വെറൈറ്റി. ഞാൻ മിക്കപ്പോഴും വീട്ടിൽ സാലഡ്സ് ഉണ്ടാക്കും. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ട്രൈ ചെയ്യുന്ന വെച്ചാൽ ബാക്കി എല്ലാ സാലഡ്സും ഞാൻ എല്ലാത്തും, പക്ഷെ ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് എൻ്റെ പുതിയതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ട നല്ല വ്യൂസ് ഉള്ള ഒരു ഇത് ഞാൻ നോക്കിയിട്ട് അത് ഞാൻ ട്രൈ ചെയ്യണം, കാരണം സെലക്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോന്നി. ഭയങ്കര റിവ്യൂസും കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യണം. ബാക്കി ഒരുപാട് സാലഡ്സ് വീട്ടിലുണ്ടാക്കാറില്ലേ, ഞാനും. അത് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടാണെങ്കിലും, പിന്നെ ഞാൻ ബ്രോക്കോളിയും ബാക്കി സാധനം, ക്യാരറ്റ് സാലഡ്, വെജിറ്റബിൾ സാലഡ്, മിക്സ് സാലഡ്, ചിക്കൻ സാലഡ്, യെസ്, അങ്ങനെ വെറൈറ്റി സാലഡ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് ഒറ്റപ്പിടുത്തം മിക്സിങ് കഴിഞ്ഞു, നമ്മുടെ സാലഡ് റെഡി. ഒരുപാട് ഡീപ് ഫ്രൈ ആവരുത്. അതെ, നമുക്ക് ചിക്കൻ്റെ അറിയാലോ, ഒരു ചെറിയ ഒരു സമയത്തിന്റെ കുക്കിംഗ് ഉള്ളൂ. പിന്നെ ഈ ചിക്കൻ ബ്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് അധികം സമയം വേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐറ്റം സെറ്റായി വരുന്നുണ്ട്. ചിക്കൻ കുറച്ച് കട്ടിയുള്ള ചിക്കൻ ബ്രസ്റ്റ് പീസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തിരി സാധാരണ നമുക്ക് കിട്ടുമ്പോൾ ഒരു ചെറിയ, അതായത് വലിയ മന്ദം കോഴിയായിരുന്നു, ഏതോ ജിമ്മനായിട്ടുള്ള കോഴിയായിരുന്നു. നവീനറക്കലിനെ പോലത്തെ ഏതോ കോഴി. ആ കോഴിയല്ല ഗൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ആ കോഴിയല്ല, വേറെ കോഴി, വേറെ അറിയാണ്ട് അങ്ങനെ വന്നു. ഒരു കുഴപ്പമില്ല, അതിന്റെ ഇടയിൽ കൂടി വീണ്ടും ഓൾറെഡി അത് പറഞ്ഞു, അത് വീണ്ടും എന്നെ കുത്തി നോവിച്ചോണ്ടിരിക്കുന്നു പ്രേക്ഷകർ, ശ്രദ്ധിക്കൂ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്തോണ്ട് നല്ല സ്മെല്ല് വരുന്നില്ലേ, ഡ്രൈഡ് ഒറിഗാനോന്റെയും പിന്നെ മറ്റേ പെപ്രിക്കയും അതിന്റെ ഒക്കെ സ്മെല്ല്, ഗാർലിക്കിന്റെ ഒക്കെ സ്മെല്ല്, നല്ല ചിക്കൻ്റെ ആ സ്മെല്ല് വരുന്നുണ്ടോ. നമ്മുടെ കഴിഞ്ഞു കേട്ടോ, ഓഫ് ചെയ്യാം. പിന്നെന്താ ഓഫ് ചെയ്ത് നമുക്കിനി ഇതിനൊന്ന് ഇത് ചെയ്തെടുക്കണം, സ്ലൈസ് ചെയ്തെടുക്കണ്ടേ.
കാര്യമായിട്ടുണ്ട് കേട്ടോ. ബീന ചേച്ചി ആ വന്നോ നമ്മുടെ കുട്ടികൾ എവിടെ ഷവായി അല്ല ഷവായി ഒറ്റ കുത്തി പോടുന്നു സാലഡ് സമയത്ത് ഷവായി ഇത് ഹെൽത്തി ചിക്കൻ സാലഡ് ഒരു പരിപാടിക്ക് ഒരു പരിപാടിയില്ല നമ്മൾ അങ്ങനത്തെ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനാണോ ഈ കഷ്ടപ്പെടുന്നേ? ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് കട്ട് ചെയ്യേ. അല്ല കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല തിളച്ചിരിക്കുന്ന നല്ല ചൂടാണ് മോളെ ഇതിങ്ങനെ പിടിക്കാം. ഓക്കേ ഇങ്ങനെ കട്ട് ചെയ്യാ. വാവ് ദേ കണ്ട അത് കൊളോക്കി അയ്യോ അത്ര വലിയ പീസ് പറ്റില്ല. അല്ല ഇനി അത് ഇതാക്കി ആണടി ചൂട് കണ്ടോ നീ വരുന്നുണ്ടോ ആവി വരുന്നുണ്ടോ നിങ്ങളെ ഞാൻ അല്ല ഞാൻ പറഞ്ഞതേ വേണ്ട ഒന്നുമില്ല, ഞാൻ എല്ലായിടത്തും താല്പര്യമില്ല. കൊളോക്കാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഇത് ഇതായിട്ടുണ്ടോ? ഏത് പാചകം ഇത് കറക്റ്റ് ചേട്ടാ കിടുക്കനായിട്ടുണ്ട്. അല്ല കഴിക്കുന്ന കഴിച്ച് സഹായിക്കാം. കഴിച്ചു നോക്കിക്കോ. അല്ല ഇതിന്നെടുത്തോ ഒരു നുള്ള് ചിക്കന്റെ ആ പീസിന്റെ ടേസ്റ്റ് എങ്ങനെ അപ്സരയൊക്കെ നല്ല പെപ്രിക്കയും സാധനങ്ങളൊക്കെ ഇട്ട് കുക്ക് ചെയ്ത ചിക്കൻ. നോ നോ ഒന്നും പറയരുത്. കുറ്റം കയ്യിൽ കത്തിയാണ് ഇരിക്കണ കുത്തും ഞാൻ. സൂപ്പർ ആണാ? ഇനിയും ഇനി കുറെ സാധനങ്ങൾ ക്രീമൊക്കെ ചേരാനുണ്ട്. അല്ല ഇനിയും തരുമോ? ഇനി തരൂല വിട്ടോ. അനീഷേട്ടാ നിങ്ങൾ ഇതുപോലെ കാണുന്നുണ്ട്. ഇത് നോക്കി രണ്ടുപേരാണ് വന്ന കാര്യം നടത്തിട്ട് പോവച്ചേ. വന്ന കാര്യം നടത്തിട്ട് പോ. ചേച്ചി എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കൊടുത്തു. ബ്ലൂബെറി കറക്റ്റ് ബെറിയാണ്. ബ്ലൂ അത് ഞാൻ പറയുന്നത്. നോക്ക് ഒന്നുകൂടെ പറഞ്ഞേ. ബ്ലാക്ക്ബെറി ബെറീസ് ആ പറയല്ല ഒരു ബെറി തെറിച്ചിങ്ങോട്ട്. ഓക്കെ അപ്പൊ ഞാനിനി ഞങ്ങളുടെ മെയിൻ കാര്യം പറയട്ടെ. ഇത് കാണുമ്പോ തന്നെ ഭയങ്കര രസമുണ്ട്. അതാണ് ഞാൻ കലാപരമായിട്ടാണ് ഇതങ്ങനെ വെറുതെ അങ്ങോട്ട് ഇട്ടേക്കല്ല. നോക്ക് അതിന്റെ കണ്ടോ അതിന്റേതായ ഒരു അപ്പൊ ഇതിന്റെ പേരെന്താണ്? ബീന ചേച്ചിന്റെ നവീൻ ചേട്ടന്റെ കുക്കിംഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ താങ്ക് യു ഇതാണ് ഇവിടെ അപ്പുറത്തും പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞോ? അല്ല അവിടെയും പറയുന്നുണ്ട്. അതെയോ? അങ്ങനെ എല്ലാരും പറയരുത്. ഇത് ശരിയല്ല കേട്ടോ. ഞാൻ ചോദിക്കണേ ഇത് ഇതിന്റെ പേരെന്നൂടെ പറയൂ. ഇതിന്റെ ഏത് ഈ സാലഡിന്റെ പേര്? അത് ലാസ്റ്റ് അവരിടും. ഞാൻ ഹെൽത്തി ചിക്കൻ സാലഡ് ബയോട്ടിക്. അവന്റെ ബയോ ഉണ്ട്. അല്ല അത് എല്ലാത്തിനും ഇല്ല അത് മാർക്ക് കളയാൻ വേണ്ടി അവൻ ഇടുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ അവിടെ പറയില്ല ഒരിക്കലും. നമ്മുടെ ഷെഫിന് മുമ്പിൽ ഞാൻ പറയില്ലത്. ഞാൻ പോയിട്ട് വരട്ടാ. ഇത് സെലറി സ്റ്റോക്സ് ആണ്. ചേച്ചി പോയിട്ട് വരാം. സെലറി സ്റ്റോക്സ്, ഇത് മറ്റേ ലെറ്റ്യൂസ്, പിന്നെ എല്ലാം ഹെൽത്തി. ക്രഷ്ഡ് ആൽമണ്ട്സ്, ചിക്കൻ, ഗ്രീൻ ആപ്പിൾ, വെറും നോർമൽ ആപ്പിൾ അല്ല, ഗ്രീൻ ആപ്പിൾ, റൈസിൻസ്. പിന്നെ ബാക്കി ഇനി മയോണൈസ് എന്ന് വെച്ചാൽ അത് പ്രത്യേകം ഉണ്ട്. ആ മയോണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള കാരണം നമ്മൾ സാലഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹെൽത്തി. അപ്പൊ അതുകൊണ്ട് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്രീക്ക് യോഗട്ടും മറ്റേ മയോണൈസും എന്തായാലും എല്ലാം കൂടി നന്നായി വരും. അപ്പൊ എല്ലാം നന്നായി വരട്ടെ. ഓക്കെ താങ്ക് യു. ഞങ്ങള് അപ്പുറത്തെ അയലോകത്ത് നിന്ന് പോയിട്ട് ഇൻഷാല്ലാ പൊളിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ പറയാൻ നിൽക്കരുത്. ബൈ. ഓക്കെ ബൈയുടെ ചക്കരകളെ കാണാം. ഞങ്ങളുടെ സാലഡ് റെഡിയാണ്. പിന്നെ ആ നമ്മുടെ ഡ്രസ്സിംഗ് ഇല്ലേ അതങ്ങോട്ട് ക്രീം ഇത് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. ഓക്കെ യെസ് മാരിനേഷനൊക്കെ നമ്മുടെ ഇതിനകത്തേക്ക് എനിക്ക് നമുക്കത് ഇടാൻ പോവാണേ. കണ്ടോ 3 സ്പൂൺ ഇടണം. ഇതെല്ലാം ഫാറ്റ് ഫ്രീ ആണ്. അപ്പോൾ ലോ ഫാറ്റ് ഏറ്റവും ലോ ഫാറ്റിൽ എടുത്തിരിക്കുന്നത്. നല്ലതാണ്. അതുപോലെ മസ്റ്റർഡിന്റെ അതൊരു കുറച്ച് വളരെ ഇതിന് കുത്തലുണ്ടാവും. അതാണ് വളരെ ഓക്കെ. പിന്നെ പെപ്പർ നമ്മൾ ആവശ്യത്തിന് പെപ്പർ. ഓക്കെ സോൾട്ട് പിഞ്ച് സോൾട്ട്. പിന്നെ മെയിൻ നമ്മുടെ നാരങ്ങ. ഇവിടെ നാരങ്ങ നീര് കേട്ടോ. നാരങ്ങ നീര് ചേർക്കണേ മറക്കരുത്. ഓക്കെ അതിനൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി. കാണുമ്പോ തന്നെ കൊതി വരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങളും അങ്ങോട്ട് തട്ടിയാൽ മതി. ഓക്കെ ആദ്യം നമ്മൾ ഓണിയൻ ഇടുന്നു, റൈസിൻസ് ഇടുന്നു, ഗ്രീൻ ആപ്പിൾ ഇടുന്നു, ചിക്കൻ ഇടുന്നു, ബദാം പൊടിച്ചത്, അപ്പം നമ്മുടെ ഇതേ സംഭവം കഴിഞ്ഞു കേട്ടോ. ഈ ക്രീമിലൊന്ന് ഇതൊന്ന് അങ്ങോട്ട് പുരട്ടിയെടുത്താൽ ഓക്കെ.
നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി. ചിക്കൻ സാലഡ്. ചിക്കൻ സാലഡ് ഭയങ്കര ഹെൽത്തി എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ബദാം, റൈസിൻസ്, പിന്നെ ലെറ്റ്യൂസ്, അങ്ങനെ ഞാൻ പറയാം മയോണൈസ് ലോ ഫാറ്റാണ്, പേടിക്കേണ്ട. കുറച്ച് ഇട്ടിട്ടുള്ളൂ, യോഗോട്ടും കുറച്ചിട്ടുള്ളൂ, ഗ്രീഗോട്ടും ആയിട്ട്. ബാക്കി എല്ലാം നമ്മുടെ ഹെൽത്തി സാധനങ്ങളാണ്. അപ്പം എന്തോ എന്താണെന്നറിയില്ല, ഗ്രീൻ ആപ്പിൾ ഉണ്ട്. ഞങ്ങൾ എന്തുണ്ടാക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുള്ളൂ. പിന്നെ ഞങ്ങൾ സ്നേഹം അതിൻ്റെ അകത്ത് പ്രത്യേകം അല്ലേ, ലാലേട്ടൻ പറയണ പോലെ സ്നേഹം ഇട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. ഓ വാവ്, ഓ രക്ഷയില്ലടാ നവീനെ. ഒരു മിനിറ്റ് പൊളിച്ചടാ, പൊളി അങ്ങോട്ട് വെക്ക്. രക്ഷയില്ലാത്ത ടേസ്റ്റ് ഇടാ. എന്താ ചെയ്യാ, ബാക്കിയുള്ളത് എനിക്ക് ഒത്തിരി പിന്നെന്താ. ആദ്യം നമ്മുടെ കാര്യങ്ങൾ അവിടെ സെറ്റ് ആവട്ടെ. കാണുമ്പോ തന്നെ നല്ല കൊതി വരുന്നുണ്ട്. ഇത് കൊതിയൂറും കഴിക്കാം സാലഡാണ് കേട്ടോ. കിടുക്കാച്ചി ടേസ്റ്റ്. എങ്ങനെയുണ്ടോ അല്ലേ? ഭയങ്കര. ഞാൻ സത്യം ഇത് ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യാത്ത സാധനമാണ്. പക്ഷെ സത്യം ഗൈസ് ഇത് ചെയ്യണോട്ടെ എല്ലാവരും. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം ടേസ്റ്റി സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒന്നും കൂടി വെക്കണോ? എന്നിട്ട് ഒരു രക്ഷയില്ലാട്ടാ. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അതെ, എന്നിട്ട് കമന്റ് ചെയ്യണം, മറക്കരുത്. അതെ, വെരി ടേസ്റ്റി. ഓ, അങ്ങനെ നമ്മുടെ ഹെൽത്തി ചിക്കൻ സാലഡ് റെഡി. വെരി ടേസ്റ്റി, യമ്മി, ടേസ്റ്റി, ഭയങ്കര ഹെൽത്തി, ഡെലീഷ്യസ്, ന്യൂട്രീഷ്യസ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ഷെഫ് നോക്കിയിട്ട് പറയട്ടെ. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു പരീക്ഷണമായിരുന്നു. കാരണം ഈ ഒരു മിക്സ് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. പക്ഷേ പൊളി. ശങ്കരു, ഇനി നമുക്ക് പൊളിയാം. ഇവിടെ സക്സസ് ആണ്. ബാക്കി ഷെഫിന്റെ അടുത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയണം. ഒപ്പീനിയൻ വേണം, കമന്റ് ചെയ്യണേ, മറക്കരുത്. കാണാം. ഓക്കെ, ബൈ.